മൂപ്പരെപ്പോഴും അടിപൊളിയല്ലേ. എനിക്ക് അത്ര അങ്ങോട്ട് മാധവ് എന്ന് പറയുന്ന നടൻ എനിക്ക് അത്ര ഭയങ്കര ഒരു വലിയൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കാണുമ്പോഴത്തേക്കും അവന് എല്ലാത്തിനെ കുറിച്ചിട്ടും ഭയങ്കര ഒരു കാഴ്ചപ്പാടുള്ള ഒരു വിഷൻ ഉള്ളതായിട്ട് എനിക്ക്, കാരണം എല്ലാ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. സുരേഷ് ഗോപി ചേട്ടൻ എപ്പോഴും ഇഷ്ടമാണ്, ഒരു ഫാദർ എന്നുള്ള രീതിയിലുമൊക്കെ ഇഷ്ടമാണ്. പുള്ളിയുടെ രാഷ്ട്രീയത്തിനോട് എനിക്ക് പൊതുവേ ഒരു രാഷ്ട്രീയ പാർട്ടികളോടും എനിക്ക് പൊതുവേ ഞാനങ്ങനെ ഇല്ല. എനിക്ക് എൻ്റേതായിട്ട് രാഷ്ട്രീയം ഉണ്ടെന്നുള്ളതല്ല, അല്ലാതെ ഒരു വ്യക്തിപരമായിട്ട് എനിക്ക് മുമ്പ് ഭയങ്കര ഇഷ്ടമാണ്. അഭിനേതാവ് എന്നുള്ള രീതിയിൽ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. മകനൊക്കെ ആയിട്ടൊപ്പം അഭിനയിച്ചിട്ടുണ്ടോ? അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഗോകുലമായിട്ടോ? അല്ല, മാധവ്. ഞാൻ ഗോകുലമായിട്ട് അഭിനയിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു? മാധവായിട്ട് കോമ്പിനേഷനിലൊക്കെ വന്നിട്ടുണ്ടല്ലോ ഞാനോ? പുള്ളിയുടേത് എനിക്ക് അത്ര അങ്ങോട്ട് മാധവ് എന്ന് പറയുന്ന നടൻ എനിക്ക് അത്ര ഭയങ്കര ഒരു വലിയൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ മാധവിൻ്റെ പല ഇൻ്റർവ്യൂസും ഞാൻ കാണാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. മാധവ് പ്രതികരിക്കുന്ന രീതി, സംസാരിക്കുന്ന ഒരു വേ ഓഫ് ടോക്കിംഗ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും എനിക്കിഷ്ടമാണ്. മറ്റുള്ളവർ എനിക്ക് കാണാം, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടികളോട് എതിർത്തോ വിജയിച്ചപ്പോൾ അല്ലെങ്കിൽ അനുകൂലിക്കലോ ഇല്ലാത്തതിൻ്റെ പേരിൽ എനിക്കൊരു വ്യക്തി എന്നുള്ള രീതിയിൽ കാണുമ്പോഴത്തേക്കും അവന് എല്ലാത്തിനെ കുറിച്ചിട്ടും ഭയങ്കര ഒരു കാഴ്ചപ്പാടുള്ള ഒരു വിഷൻ ഉള്ളതായിട്ട് എനിക്ക്, കാരണം എല്ലാ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മാധവിനെ ഇൻ്റർവ്യൂസൊക്കെ കണ്ടിട്ട് ഇതിൽ കണ്ടപ്പോഴും അത്രയും കൂടെ എനർജി ലെവൽ കിട്ടിയില്ല എന്ന് എനിക്കൊരു തോന്നി. അതൊരു പേഴ്സണൽ മാത്രമാണ്, അല്ലാതെ ഇപ്പോൾ നിങ്ങൾ ഇതിനെ വെച്ചിട്ട് എന്നെ വേറെ കയറ്റി മറ്റുള്ളവരെ കൊണ്ട് ചീത്ത വിളി കേൾപ്പിക്കരുത് ദയവ് ചെയ്തിട്ട്. എന്നോട് ചോദിച്ചാൽ ഞാൻ സത്യസന്ധമായിട്ട് ഒരു പ്രേക്ഷകൻ ഇതേ അഭിപ്രായം തന്നെയാണ്. ആണോ? അതേപോലെ നമ്മുടെ അനുപമ കുറേ നാൾക്ക് ശേഷമാണ് മലയാളത്തിൽ ഒരു പടത്തിൽ വീണ്ടും വരുന്നത്. അനുപമനെ കുറേ നാൾക്ക് ശേഷം മലയാളത്തിൽ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നി. കാരണം മലയാള സിനിമയിൽ കൂടി വന്നൊരു കുട്ടിയാണല്ലോ പുള്ളിക്കാരി. അപ്പം അതൊരു ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ മലയാളത്തിൽ കുറച്ച് നല്ല ചാൻസുകൾ മലയാളത്തിലുള്ളവർക്ക് കിട്ടിയത് നല്ലതല്ലേ. അപ്പോൾ അത് ഭയങ്കര സന്തോഷം തോന്നി. ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു പടത്തിൽ. ആക്ഷൻ നിങ്ങൾ കണ്ടില്ലേ ആരും? കണ്ട് പിന്നെ കാണാത്ത പോലെ ചോദിക്കുകയായിരുന്നു. ഒരു ആക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ ഡ്രാമ പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ആക്ഷൻ വന്നത്. പിന്നെ പൊതുവേ സുരേഷ് ഗോപി ചേട്ടൻ്റെ ആക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ല. ഇപ്പോൾ ആ കൂട്ടത്തിൽ ഞാനില്ലാന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വരുമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ആക്ഷനൊക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആക്ഷൻ മൂവി സ്റ്റാർ ചെയ്യുന്ന സുരേഷ് ഗോപി ചേട്ടനല്ലേ, അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാണാനുള്ളവരോട് എന്തായാലും ഒരു വൺ ടൈം എല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു മൂവിയാണ്. പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ കുറിച്ചിട്ടും പെണ്ണുങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചിട്ടും സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അതിപ്പോൾ ഈ സർക്കാർ എന്നല്ല, ഏത് സർക്കാരിനോടാണെങ്കിൽ പോലും ആരൊക്കെ മാറി മാറി ഭരിച്ചാലും ഭരിക്കുന്ന എല്ലാവരും അറിയേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ള അത്രേ എനിക്കിതിൽ തോന്നിയുള്ളൂ. അതിനിപ്പോൾ ഇനി അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവാദമാവുമെന്നൊന്നും അറിയത്തില്ല. പിന്നെ വെറുതെ പേരിൻ്റെ പേരിൽ അതിൻ്റെ ടൈറ്റിൽ ഇതിൻ്റെ പേരിൽ ചുമ്മാ വെറുതെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അതിന് ഒരു മോശവും തോന്നിയില്ല. ഇതിനു മുമ്പ് എത്രയും മൂവീസിൽ ഇതേ സെയിം പേര് ജാനകി എന്നുള്ള പേര് യൂസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എനിക്ക് അതിനെ കുറിച്ചിട്ട് എനിക്കൊന്നും എന്തിനായിരുന്നു എന്ന് എനിക്കിപ്പോഴും ഇനിയിപ്പോൾ പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. ശരി.